Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഈ മെറ്റൽ കാറിന് ആരാണ് ബിസ്ക്കറ്റ് പോലെ കഴിച്ചു വെച്ചിരിക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോ ആർക്കെങ്കിലും വല്ലാതെ വിശന്ന് കാണും, അതായിരിക്കും കാറൊക്കെ എടുത്ത് കഴിച്ചിരിക്കുന്നത്. എല്ലാ CCTV ക്യാമറകളും കാണാനില്ലല്ലോ. ഇങ്ങനെ ആരൊക്കെയാണ് ചെയ്തതെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ എക്സ്ട്രീം സിറ്റിനെ ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷിച്ചേ പറ്റൂ കൂട്ടുകാരെ. നമ്മൾ ഓരോരുത്തരും വെവ്വേറെ ദിശയിലേക്ക് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കാം. എന്റെ അമ്മച്ചിയേ, മുമ്പിൽ നിന്ന് മാറി നിക്ക്. ഇതെന്തൊരു സ്വഭാവമാ? ഇങ്ങനെ റോഡിന്റെ നടുക്ക് വന്ന് നിക്കാൻ പാടില്ല. ഒന്ന് മാറാനാ പറഞ്ഞേ. വേഗം ഓടിക്കോ യൂടി. എന്റെ അമ്മ, ഞാനെന്താ ചെയ്യാ? ഞാനെന്താ ചെയ്യാ? നിന്നെ പോലുള്ളവരോട് മാത്രം നീ യുദ്ധം ചെയ്താ മതി. മര്യാദക്ക് പോവാൻ നോക്ക് ഇവിടെന്ന്. നിങ്ങളുടെ പവർ മുഴുവൻ ഇവിടെ കാണിച്ചാലുണ്ടല്ലോ, മൂന്നിനെയും ഞാൻ പപ്പടം പോലെ ആക്കി കളയും. എന്തായാലും ശരി, ഇവര് വീണ്ടും തിരിച്ചു വരാൻ തന്നെയാണ് പ്ലാൻ. പക്ഷെ അവരുടെ ആവശ്യം എന്താണ്? ശിവ, എനിക്ക് തോന്നുന്നു ഇവർ ഗ്ലാസ് ഈറ്റേഴ്സ് മോൺസ്റ്റേഴ്സ് ആണെന്ന്. ഇവർക്ക് നന്നായി വിശക്കുന്നു. ഇവർക്ക് ആഹാരമാണ് വേണ്ടത്. അതിനുവേണ്ടി ഇവർ എന്തും ചെയ്യും. നോക്ക്, അവരുടെ വീക്ക് പോയിന്റ് എന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ. കൂട്ടുകാരെ, എനിക്ക് ഓർമ്മ വന്നു. അവർക്ക് യൂഡിയെ കാണാൻ പറ്റിയില്ല. ശരിക്കും യൂഡി അവരുടെ മുമ്പിൽ തന്നെയാ നിൽക്കുന്നുണ്ട്. എന്റെ അമ്മ, ഞാനിനി എന്താ ചെയ്യാ? എന്റെ സകല അടപ്പും പോയി. അപ്പൊ ആ മോൺസ്റ്ററിന് കാണാൻ പറ്റില്ല, ശരിക്കും കേൾക്കാൻ കഴിക്കും. ഇൻഫാക്ട് അവരുടെ കേൾവി ശക്തി ഭയങ്കരമായിരിക്കും കേട്ടോ. ശരി, അവരുടെ ചെവി കേൾവി ഒന്നും കൂടി നമുക്ക് കൂട്ടിക്കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്യണം. പക്ഷേ ശിവ, എനിക്ക് പാട്ട് പാടാതെ ഇരിക്കാനാവില്ലല്ലോ. ഒരു ദിവസം ഞാൻ പാട്ട് പാടിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ കൂടുതൽ ഉച്ചത്തിൽ പാട്ട് പാടിയെന്നിരിക്കും. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടും. ആ പറഞ്ഞത് വളരെ ശരിയാണ് നാനാജി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 2 ദിവസം പാടണ്ടെന്ന് പറഞ്ഞത്. ഓ, അത് ശരി, അങ്ങനെയാണോ കാര്യം? സോറി നാനാജി, മോൾസിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കാര്യം ചെയ്തേ പറ്റൂ. റെഡിയല്ലേ കൂട്ടുകാരെ? ഇനി മോൺസ്റ്ററിന് നമുക്കൊരു പരിപാടി ഉണ്ടാക്കാം.
കൂട്ടുകാരെ, ഈ ഷോർട്ട് സർക്യൂട്ട് കാരണം പവറൊക്കെ പോയല്ലോ. ഇനി സൗണ്ട് ബ്ലാസ്റ്റ് ചെയ്ത് മോൺസ്റ്ററിനെ ഇവിടുന്ന് ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ മോൺസ്റ്റർ നമ്മളെ പിടിച്ച് കഴിക്കോ? ഇല്ല, നമുക്ക് പവർ ബാക്കപ്പ് ആണ് ഇപ്പൊ ആവശ്യം. ചിപ്പി, വേഗം ചെയ്ത് പവർ ജനറേറ്റർ കൊണ്ടുവരൂ. അതുവരെയ്ക്ക് ഈ മോൺസ്റ്ററിനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഓക്കെ ശിവ, ഗുഡ് ഐഡിയ. നിങ്ങൾ റെഡിയല്ലേ മുത്തച്ഛ? ശരി, ഞാൻ പോയി കൊണ്ടുവരാം. നിങ്ങളുടെ കളിയൊക്കെ ഒരുപാട് കൂടിപ്പോയി. ഇനി ഈ ശിവയുടെ പവർ എന്താണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ.
നാനാജി, നിങ്ങളുടെ പാട്ട് വേഗം പാടാൻ തുടങ്ങ്. ശിവ, നമ്മുടെ ഐഡിയ ഫലിച്ചിരിക്കുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ കൂട്ടിന്റെ ഫലം കണ്ടില്ലേ? താങ്ക് യു ശിവ, നീ വീണ്ടും എക്സ്ട്രീം സിറ്റിയെ രക്ഷിച്ചിരിക്കുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.